ഒരുമാതിരി പരിപാടി നമ്മളോട് കടന്ന് ചൂടാകുക. നമ്മൾ വല്യമ്മാനെയും ഉമ്മാനെയും കൂട്ടി മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇതിലൊരുമാതിരി ഒന്നും മൈൻഡ് കൂടിയും വെക്കില്ല. ഞാൻ നോക്കിയാൽ ഞാൻ അത്രക്കോ ആൾക്കാരുടെ ഇടയിൽ കൂടെ ചെന്ന് ചോദിച്ചിട്ട് കൈയും കാലും പിടിച്ച് നോക്കി തട്ടിക്കളിയാ. അവിടെ പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. മൂപ്പനാട് ചോദിച്ചു നോക്കട്ടെ, മൂപ്പരാനെന്താ പറയണെന്ന് അറിയില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവരും എന്താണ് ഈ നട്ടപ്പാതിരക്ക് ഇങ്ങനെ പെരന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കണമെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. അതായത് ലൈഫിൽ എനിക്ക് തോന്നുന്നു ഇവർ പോയിട്ടില്ലാന്ന്. അതായത് സംഭവം ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കൊരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഇമ്മ അതിന് മുമ്പ് ട്രെയിനിൽ കയറിക്കണോ? പെരുന്നാളാണ് വേണ്ടിട്ട്. നിങ്ങൾ ഇതുവരായിട്ട് എറണാകുളത്ത് പോയിക്കണോ? കൊച്ചിക്ക് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇമ്മ കണ്ടിക്കണോ എറണാകുളം? കൊച്ചി കണ്ടിട്ടില്ലല്ലോ? ആ, കണ്ടിട്ടില്ല. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് പോകാൻ പോണത് കൊച്ചിക്കാണ്, എറണാകുളത്തേക്കാണ്. അതായത് സംഭവമാണ് നമുക്കൊരു പ്രൊമോഷന്റെ വർക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ ഞാനും കാക്കിയും കൂടിയും പോകാനാണ് വിചാരിച്ചത്. അപ്പം പിന്നെ ഇവരും ഇതുവരായിട്ട് എറണാകുളം ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഇമ്മാനും ഇമ്മമാനെയും കൊണ്ടാണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അതായത് ഇവര് കുറെ കാലമായാലും ഇവർക്ക് ഇതേപോലെ മാള് കാണുന്ന എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇവര് പേരന്റെ മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങല്ലാതെ വേറെ ഇവിടേക്ക് ഇവർ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കൊരാഗ്രഹം ഇങ്ങനെ പോയാലൊന്ന്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 9:30ക്കാണ് ട്രെയിൻ. ഇപ്പൊ ഏകദേശം ഒരു 8 മണി ആവാനായി. ഇപ്പൊ ഞങ്ങൾ മാറ്റി ഒരുങ്ങിയാണ്ട് ഇനിയിപ്പോ കൂട്ടുകാരന്മാരെ വിളിച്ചിരിക്കണം. ഒരു വണ്ടി കൂടി വേണം. നമ്മളത്തെ പോലെ ഒരു വണ്ടിയാണ്, പിന്നെ ഒരു വണ്ടി മോണ്ടൻ കൊണ്ടേക്കാണ്. മോണ്ടൻ എവിടെക്കാ പോയിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനക്ക് ഷൊർണൂർ ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പൊ ഓന് അവിടുന്ന് കയറാന്ന് പറഞ്ഞു. അതായത് ഓനൊരു പ്രൊമോഷന്റെ ഒരു വീട് എടുക്കാണ്ട്. ഓൻ ഏകദേശം അപ്പോൾ പോയത് വൈകുന്നേരമല്ലേ പോയത്? ആ, അപ്പോൾ വൈകുന്നേരം പോയിക്കണ്. വൈകുന്നേരം പോയിട്ട് ഓൻ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഓൻ അവിടുന്ന് കയറാന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ പോയിരുന്ന സെയിം ട്രെയിനിൽ തന്നെ ഓൻ കയറാന്ന് പറഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്നായിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കയറാന്നും പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനിയിപ്പോ മുന്നേ ചെക്കന്മാരെ വിളിച്ചിരിക്കണു. ഓലും വരാന്ന് പറഞ്ഞു. ഞങ്ങൾ ആക്കി തരാൻ വേണ്ടിയിട്ട് വരാന്ന് പറഞ്ഞത്. കാരണം ഒരു വണ്ടി ഉള്ളല്ലോ, ഒരു വണ്ടി കൂടി വേണം. അപ്പൊ അങ്ങനെ എന്തായാലും ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ നമ്മള് ആക്കണം നട്ട പാതിരാക്ക് ഇറങ്ങണേ. ഏകദേശം ഒരു 8 മണി. അപ്പൊ മോണ്ടൻ അവിടുന്ന് കയറാം. നമ്മളപ്പത്തിന് പോവാ അല്ലേ? നമ്മളപ്പത്തിന് പോവാം. മറ്റന്മാര് ഇപ്പൊ എത്തുന്ന പറഞ്ഞാണ്. ഇനി ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാട്ടിത്തരാം. അതായത് എന്തൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് നോക്കണം. ഇവരോട് രണ്ടാളോട് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്, ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഓല് ഉണ്ടാക്കി വെച്ചിരിക്കണ കോലാണിത്. 2 വലിയ, അതായത് ഈ ട്രാവൽ ബാഗുകൾ ഞാൻ കൂട്ടുകാരന്മാരത്തു നിന്ന് വാങ്ങിക്കൊണ്ടെന്നാണ്. ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ. ഒറ്റ ദിവസത്തിനാണ് പോകണ, അറിയോ? അല്ലാതെ അവിടെ പാർക്കാനല്ല. എങ്ങനെ അപ്പൊ എന്തായാലും ഞാൻ കൂട്ടുകാരന്മാരത്തുനിന്ന് വലിയ 2 ട്രാവൽ ബാഗുകൾ വാങ്ങിക്കണ്. അപ്പൊ അതില് ഡ്രസ്സുകളൊക്കെ ഇടാന്ന് വിചാരിച്ചു. ഇതിലൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ കേട്ടോ. ഒറ്റ ദിവസത്തിന് പോകാനാണ് ഇത്രക്കും ഡ്രസ്സുകള്. അത് പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്താ ഉമ്മാന്റെ മൊത്തം ഒരു തെളിച്ചല്ലാത്തെ? ഛർദിച്ചോന്നില്ല ഇതില. ഇമ്മാക്ക് എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുമ്പോ എന്തേലും ഒരു ഇടങ്ങാറാക്കിയാലോ. ഛർദിച്ചൂല. ട്രെയിനിലാണ്. ട്രെയിനിലാവുമ്പോ എന്ത് പ്രശ്നം? എന്തിന്? ഒന്നുമില്ല, ഛർദിച്ചൊന്നുമില്ല ഗൈസ്. ഉമ്മാന്റെ വെറും തോന്നലാണ്. ട്രെയിനിൽ പോകുമ്പോ അങ്ങനെ ഛർദിച്ച പ്രശ്നമൊന്നുമില്ല. ഞാനൊക്കെ എത്ര വട്ടം പോയിക്കണ്. കാറൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇച്ച് പ്രശ്നം. ഉമ്മമാക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാറ് പിന്നെ പവന്റെ കാറിന് വേണമല്ലോ കേട്ടോ. ചില കാറിനാണ് വേണം. അതെന്തോ അത് ചില കാറിന്റെ സ്മെല്ലാണത്. അതൊന്നും പ്രശ്നമില്ല. ട്രെയിനിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഏതായാലും പോവല്ലേ, പോയോക്ക. നമുക്ക് ആദ്യമായിട്ടല്ലേ. അന്ന് പെരുന്നാൾക്ക് കാരനായി ഏതോ കാലത്ത് ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഗൈസ് മുന്നപ്പ വരുന്ന് പറഞ്ഞാണ്. നമ്മൾ ഇന്നാ ഓനപ്പം കൂടിയും പോകാൻ വേണ്ടി നിക്കാണ്. കുറെ സാധനങ്ങളൊക്കെ എടുത്തിന്. എന്തൊക്കെയാന്ന് വെച്ചറിയില്ല. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. 3-4 ആൾക്ക് ഓരോ കൂട്ടം മാറ്റാണെങ്കിൽ എത്ര വേണം? എന്നാലും ഒരു 6 ഡ്രസ് ഉണ്ടാവുള്ളൂ. ഇതെന്താ? ഇതെന്താ? 6 അതെ. പുതപ്പൊക്കെ എടുത്തു നിങ്ങൾ ഇതില്? ഇല്ലല്ലോ. ടിക്കറ്റ് നമ്മള് പോകുമ്പോ എടുക്കും. പോകുമ്പോ നമ്മൾ എടുക്കും. ബുക്ക് ചെയ്തിട്ടില്ല. സീറ്റ് കിട്ടിയാ മതി. സീറ്റ് കിട്ടോ? ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ 2 ദിവസം മുമ്പേ ബുക്ക് ചെയ്യണേ. സീറ്റൊക്കെ കിട്ടുവാക്കിയാലും തോന്നണേ. കിട്ടിയിട്ടില്ലേ നിക്ക കേട്ടോ. നിന്നോണ്ടി തൊലിച്ചിട്ട് കാര്യമില്ല. നിന്നോണ്ടി. എന്താണ് മമ്മക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്? എങ്ങനെ ഉണ്ടാവും എറണാകുളം? കൊച്ചി ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ. പോയി കാണാതെ എന്താ എങ്ങനെ ഉണ്ടാവും പറയുന്നത്? അല്ല, ഉമ്മക്ക് ആദ്യമായിട്ട് കാണാൻ സന്തോഷമുണ്ട്. കാണാൻ പോകാൻ പറ്റുന്നതിൽ സന്തോഷം ഉണ്ടല്ലേ? പിന്നെ ട്രെയിനായതുകൊണ്ട് ഛർദിച്ചൊന്നും ഉണ്ടാവില്ല. ട്രെയിനായതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവില്ല അല്ലേ? ഉമ്മാക്കോ? കരുതണ്. അല്ല, എറണാകുളം കണ്ടിട്ടില്ലല്ലോ. മാളൊക്കെ കാണണ്ടേ നമുക്ക്? അല്ലേ? കാണണല്ലേ? കാണണം. അതെങ്ങനെയും സെറ്റാവും.
അല്ലേ? പിന്നെ ഇറങ്ങുന്ന നമുക്ക് ഓല എന്തായാലും വെറ്റഞ്ഞോല് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പിറങ്ങാം. നമ്മളെ മുന്നേ വരുന്നുണ്ട് നമ്മളെ എടുക്കാൻ വേണ്ടിട്ട്. മോനെ അങ്ങോട്ട് പോയിക്കാണേ, ഓൻ പ്രൊമോഷൻ വർക്കിനോട് പോയിക്കാണ്. ഓൻ ഷൊർണൂരിൽ നിന്ന് നേരെ കയറാന്ന് പറഞ്ഞു. എന്നാ ഇറങ്ങിക്കോളി, വരി ഇറങ്ങി. ഇല്ലേ, അതുകൊണ്ടല്ല എന്നെ വിളിച്ചത്. ആ ഓൻ ഷൊർണൂരാണ്. ആണോ? ആ ശരി. ആ ഈ ലൈറ്റ് ഞാൻ ഉള്ളിൽ വെക്കാം. എന്നാ ഇറങ്ങിക്കോളി, നിങ്ങൾ ഇറങ്ങിക്കോളി. ആ ബാഗ് എടുത്തോളി. ആ മമ്മ ഇറങ്ങിക്കോളി. മമ്മ ഇറങ്ങിയാണ്ട് ഓന്റെ വണ്ടിമാട് കയറിക്കോളി. മമ്മക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, നടക്കാനൊക്കെ വെക്കൂലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. നമ്മ കയറിക്കോ. അങ്ങനെ ഇരിക്കാം. മറ്റേ മൈക്ക് കയറിക്കോളി. അങ്ങനല്ല മറ്റേ അങ്ങനെ ഫർദ കുടുങ്ങും. ആണോ? ഓക്കെ അല്ലേ? എന്നാ ഇനി ഒരു ട്രാവൽ ബാഗ് എടുത്താണിമാ. ഇത് നോക്കിയാ മുന്നേ 2 വലിയ ട്രാവൽ ബാഗ്. അത് കണ്ടേ? ആ നിച്ചറിയില്ല, അത് കൊണ്ടുപോവന്നെ. സീറ്റ് കിട്ടിയാ മതി. ഇനി കിട്ടിയാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നിക്ക. ആരെങ്കിലും നീച്ചരും ഉമ്മാക്ക്. ഞങ്ങള് നിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, ഞാൻ പിടിച്ചോണ്ട് ഉമ്മ മടിയിൽ വെച്ചാൽ മതി. ചെരുപ്പുകളൊക്കെ ഉള്ളിൽ എടുത്ത് വെച്ചാണ്, കാരണം പട്ടികൾ വന്നാണ്ട് കടിച്ചു കൊണ്ടുപോകേണ്ട വിചാരിച്ചാണ്ട് ചെരുപ്പുകളൊക്കെ നമ്മൾ ഉള്ളിൽ എടുത്ത് വെച്ചാണ്. ലൈറ്റുകളൊക്കെ ഓഫ് ആക്കട്ടെ. ലൈറ്റുകളൊക്കെ ഓഫ് ആക്കി ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. പെട്ടെന്ന് അവിടെ എത്തിയാണ്ട് സീറ്റ് കിട്ടുമോ നോക്കണം. അവിടെ ചാടി കയറി ഇരിക്കണം. എന്നാ ഞാൻ ഇറങ്ങിക്കോ. ഓക്കെ, നിങ്ങളെങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഇനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മാമഞ്ഞ് പോവല്ലേ? നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാ. ടൈമൊന്നും വൈപ്പിച്ചല്ല. ഉമ്മ വണ്ടിമ കയറിയില്ലേ? മുന്നേ നമ്മളവിടെ ആക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. നിങ്ങൾ നേരെ പോവല്ലേ? പോവാ. ഓക്കെ ഗൈസ്, അതൊക്കെ തിന്നാൻ കൊടുത്തില്ലേ? അതിനും കോഴിക്കൊക്കെ തിന്നാൻ കൊടുത്തില്ലേ? എല്ലാവർക്കും വെച്ചേ. അപ്പൊ ഗൈസ് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുന്ന് കാണാം. ഗൈസ് അങ്ങനെ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. മുന്നേ പോവാ. ഓക്കെടാ. ഇവിടെ കണ്ടാണ് ആദ്യമായിട്ട് എറണാകുളം കാണണേ. ഇതുവരെയായിട്ട് പോയിട്ടില്ല. അതിന്റെ എക്സ്പെക്ടേഷൻ ഉണ്ട്. തള്ളല് വീട് പോകും. നമുക്ക് കേറല്ലേ? അതൊക്കെ നമുക്ക് പോവല്ലേ? നമ്മള് പോവല്ലേ? എന്നാ വരി. ഗൈസ് നമ്മളെന്തായാലും പോയോട്ടെ. ഇവിടെ പേയ്മെന്റ് കൊടുത്തിട്ട് പാർക്കിങ്ങിൽ വെച്ചിരുന്നു. ഇവിടെ നിന്ന് നേരെ പോയോട്ടെ. ഈ കാണാണ് നമ്മളെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ഇതാണ് നമ്മളെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. പണി മൊത്തം കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ട് കളിഞ്ഞുകൊണ്ട് വരി. മമ്മ കൊറേ കാലത്തിന് ശേഷമല്ലേ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കാണണേ? എത്ര കാലായി? കൊറേ കാലായി കണ്ടിട്ട്. സൈഡിന്ന് കാണുന്നല്ലേ, വേറെ അല്ല കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. ഗൈസ് ഉള്ളിൽ ചെന്നാൽ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ടില്ല, സീറ്റ് കിട്ടിയാ മതി. എന്താണ് സീറ്റ് അല്ലേ? നോക്കാം, നമുക്ക് നോക്കി നോക്കാം. ഹായ് ഗൈസ്, നമ്മളെ വീഡിയോ കാണാൻ ആളാണ്. വീഡിയോ കാണലുണ്ടോ? അപ്പൊ നമ്മളെ ടിക്കറ്റ് എടുക്കട്ടെ. ഇനി നമുക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് നേരെ പോകാൻ നോക്കട്ടെ. നമുക്ക് എറണാകുളം 3. ഓക്കെ ഗൈസ്, മുട്ടുവേദന ഉള്ള 2 ആൾക്കാരാണ് ഇറങ്ങി വരുന്നാക്കണ്. വേം വരി. മടക്കാൻ വയ്ക്കില്ലാന്നോ? ഉമ്മ അങ്ങോട്ട് പിടിച്ചിറങ്ങണ. എന്തമ്മ സ്റ്റെപ്പ് സീനാ? മമ്മ വരി. ഉണ്ടാവും. സീറ്റ് ഇട്ടോക്ക വരി. കൊയങ്ങിയോ? നമുക്ക് എന്തായാലും സീറ്റ് ഇട്ടോക്കട്ടെ. അങ്ങനെ ഒരു വിധത്തില് സീറ്റ് കിട്ടിയ ട്രെയിനിൽ കയറി. അതൊക്കെ പിന്നെ വിളിച്ചറിയാം. സീറ്റ് കിട്ടിയില്ലേ? അൽഹംദുലില്ലാഹ് ഹൈറായില്ലേ? മൗണ്ടനിലുള്ള സീറ്റോടെ ബുക്ക് ചെയ്ത് വെച്ചിക്കണ്. ഇനി എപ്പോഴോടെ എത്തിയറിയോ? ഏകദേശം 1 മണി 2 മണിയൊക്കെ ആവും. അതുവരെ ഇങ്ങനെ നിക്ക കേട്ടോ. പോസ്റ്റായി ഇങ്ങനെ കുത്തിരിക്ക. ആണെങ്കിൽ ഉറങ്ങിക്കോളി. കടക്കാൻ പറ്റില്ല എന്നുള്ളു, ഇരുന്നുറങ്ങാം. ഗൈസ് അവിടുന്നൊക്കെ ആൾക്കാർ കജ്ജും കാലൊക്കെ കാട്ടുന്നുണ്ട്. വീഡിയോസാണ് ആൾക്കാരാണ്. നമുക്ക് ഇനി നേരെ പോവാൻ നോക്കല്ലേ? പൈസ ഉണ്ടോ? ഇല്ലല്ലോ, 2 പൈസ ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ട് നോക്കി. ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ഛർദിച്ചാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ ആൾക്കാരുണ്ട്. ഛർദിച്ചാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. മമ്മാക്കില്ലല്ലോ. മുകളിൽ കടക്കാല്ലേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഛർദിച്ചാൻ ഒന്നുമില്ലല്ലോ മമ്മ. പൈസ ഉണ്ടോ? ഇനി അത് വേണമെന്നൊന്നും പറയരുത്. ട്രെയിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാ വെള്ളം നമുക്ക് പോണേക്ക് വാങ്ങാം കേട്ടോ. മമ്മ നടന്നിട്ട് വേനുണ്ടോ? കാല് അതെ നീട്ടി നടന്നിട്ടില്ലേ? സീറ്റ് കിട്ടുമെന്നില്ല ഒറ്റപ്പാടില്. എന്തായാലും ഗൈസ് നമുക്ക് ഇനി പോകാൻ നോക്കി നോക്കാം. ഗൈസ് ഞാനിവിടെ ഷൊർണൂരിൽ വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ. ഒരു പ്രമോഷൻ ഉണ്ടായിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്.
ട്രെയിൻ വരുന്നുണ്ട്. അതിലാണ് ഉമ്മയും മമ്മിയും ഹനിയനൊക്കെ ഉള്ളത്. ബാക്കിലാണ് പറഞ്ഞത്, തപ്പി നോക്കാം. നല്ല തിരക്കുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും കേറി നോക്കട്ടെ, പോലെ കാണട്ടാ. ഞാൻ എങ്ങനെയൊക്കെ ട്രെയിനിൽ കയറി, പക്ഷെ എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഒരു ഈ ട്രെയിനിൽ തന്നെ ഉണ്ട്, പക്ഷെ എവിടെയെന്ന് അറിയില്ല. ഇപ്പം അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോലെ എവിടെയാന്ന് നോക്കണം. അങ്ങനെ ഭയങ്കര തിരക്കാണ്. ഒന്നാമത് രാത്രി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമ്മൾ തിരക്കുണ്ടാവില്ല വിചാരിച്ചതാണ്, പക്ഷേ നല്ല തിരക്കുണ്ട്. ഇപ്പം ഇറങ്ങിയിട്ട് പോലെ എവിടെയാ നോക്കിയിട്ട് ഓലെ അടുത്തേക്ക് പോകണം. അമ്മ കടന്നുറങ്ങാൻ കേട്ടോ, നല്ല ഉറക്കത്തിലാണ്, നല്ല ക്ഷീണുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ല. ഉമ്മ ഉണ്ട് ഇവിടെ, ഉമ്മ അഭിനയിച്ചുറങ്ങാണ്. പക്ഷെ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നെമ്മാനി ഇമ്മമാനി ഞാൻ ഇന്ന് കണ്ടിന്, പക്ഷെ നമുക്ക് സംസാരിക്കാൻ ടൈം കിട്ടിയില്ല. ഇമ്മമ്മ വാ, വരി വരി, നടക്കില്ലേ? വേറെ പോയി കയറി, എനിക്ക് സീറ്റ് കിട്ടിയില്ലോ. എനിക്ക് സീറ്റില്ലേ, ഞാനവിടെ ഗൈസ് ഡോറിന്റെ അവിടെ ഞാൻ ഇരുന്നു. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മമാന്റെ അടുത്തേക്ക് ചെന്നു. ഇനി മറ്റേ ട്രെയിൻ ഇങ്ങനെ പോലും ഓരോരോ ട്രെയിൻ പോകുമ്പോ ഉമ്മമ്മ ഞെട്ടിന്. എന്താ ട്രെയിൻ പോകാൻ കണ്ടിട്ടേ ഇമ്മമ്മ ഇങ്ങനെ ഞെട്ടി നീച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ട്രെയിൻ കയറിയതേ അതിലിരിക്കാനുള്ള ടൈം കിട്ടില്ല, അപ്പൊ തന്നെ ഇറങ്ങിന്. കാരണം എടുത്തുക്കരെ പോയിന്. ഇത് ഗൈസ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യം ഇപ്പൊ ട്രെയിൻ കയറുന്നത്. ഞാൻ കയറിന്, പക്ഷെങ്കിൽ ഗൈസ് ഇമ്മയും മമ്മിയും ഫസ്റ്റ് ടൈം ആണ് കയറുന്നത്. ഞാനും കയറിന് എപ്പോഴേലൊക്കെ. നേരം ഗൈസ് 2 മണിയായില്ലേ? 2 മണി. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മൾ എങ്ങോട്ടാ നിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു സബ്സ്ക്രൈബർ ഉണ്ടല്ലേ, സബ്സ്ക്രൈബറിന്റെ കുട്ടി, ആ കുട്ടിന്റെ വീട്ടിലാണ് നമ്മൾ പോണത്. ഞാൻ സസ്പെൻസ് ആക്കി വെച്ചിരിക്കാണ്, അത് കുഴപ്പമില്ല. ഓളെ പെരീക്കാണ് നമ്മള് ഇന്ന് പോകാൻ പോണത്. നമ്മൾ ഇന്ന് ഇങ്ങോട്ട് എത്തിന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു, ഓളെ ഉമ്മാനെ വിളിച്ചു പറഞ്ഞു. ഓല് പറഞ്ഞു അങ്ങോട്ട് വന്നോളിന്ന് പറഞ്ഞു. നമുക്ക് പോവല്ലേ? ഇനി ഇവിടുന്ന് നേരെ ഓട്ടോറിക്ഷ കയറി പോവല്ലേ? ഇവിടുന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കോ. നമ്മള് എന്തായാലും ഓല് ഉറങ്ങി കാണും. എന്നാലും നമ്മൾ പോകുമ്പോ എന്തെങ്കിലും വാങ്ങണല്ലോ, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാം. ഇനി ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണേ നമുക്ക് പോവാന്. എന്താ ഉമ്മമ്മ കൊയങ്ങീനിയോ? ഉമ്മമ്മ ഗൈസ് ഇരുന്ന് ഉറങ്ങാണീട്ട് അവിടെ. ഞാൻ കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നു. ഇരുന്ന് ഉറങ്ങും, പിന്നെ ഞെട്ടി നീക്കലും സൗണ്ട് കേട്ടിട്ട്. പിന്നെ ഉമ്മമാന്റെ കാലി എത്തണ്ടേ ഗൈസ്. രോഗ്യാളിയും കൊണ്ടാണ് നമ്മൾ പുറപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ പെരീത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് പോകുന്നത്. എന്താ ഈ ബാഗില്? ഈ ബാഗിൽ എന്താ? ഈ ബാഗിൽ എന്താ അത് പറഞ്ഞു തരുമോ ഗൈസ്? നമ്മള് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി നോക്കട്ടെ, അത് വാങ്ങിയിട്ട് നമുക്ക് നേരെ പോവാം. ഗൈസ് കുറച്ച് സീനാണ്. അതായത് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടണില്ല. അതായത് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ. ഇവലെ ആരും ചെറിയ ഓട്ടം പോകണില്ല അല്ലേ? ഇവലിങ്ങനെ ഒഴിവാക്കി വിടുക. അപ്പുറത്ത് ചോദിച്ചാൽ ഇവലിങ്ങനെ ഒഴിവാക്കി വിടണം ഓരോ ഓട്ടോറിക്ഷക്കാര്. അപ്പൊ ഒന്നല്ലെങ്കിൽ നമ്മൾ കുറച്ച് ലോങ് പോകേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്നാൾ എറണാകുളത്ത് വന്നപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് കാട്ടില്. അതുപോലെ വേണ്ട കാര്യമില്ല. ചെറിയ ഓട്ടം ആരും ഓടൂലല്ലോ. നോക്കി നോക്കട്ടെ, അനിയനെ അങ്ങോട്ടേക്ക് പോയിക്കണം. നോക്കി നോക്കട്ടെ കൈ കിട്ടല്ല, നമുക്ക് പോകണ്ട എന്തായാലും. അല്ല ഇവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. എന്തായടാ ആലുവ ജംഗ്ഷനിൽ ചെന്നിട്ട് ഇവിടുന്ന് ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു നോക്കി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അതായത് ചെറിയ ഓട്ടം വരുമ്പോൾ എന്താ പറയുക, തട്ടിക്കളയും. അതായത് ഒന്നും മൈൻഡും കൂടിയും വെക്കില്ല. ഞാൻ നോക്കിയാൽ ഞാൻ അപ്പുറത്ത് ആൾക്കാരുടെ ഇടയിൽ കൂടെ ചെന്ന് ചോദിച്ചിട്ട് കൈയും കാലും പിടിച്ച് നോക്കി തട്ടിക്കളയാ. സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്താണ്, ഏകദേശം ഒരു 10 മിനിറ്റിന്റെ ദൂരാണ്. ഓരൊക്കെ വലിയ ഓട്ടം വരും പറഞ്ഞാൽ തട്ടിക്കളയാ. എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല ഗൈസ്. നടന്നിക്കാനൊന്നും പറ്റൂല. എത്ര എത്തിയിട്ട് നടന്നു പോണേ? പോലീസുകാരോടൊന്ന് ചോദിച്ചോട്ടെ. പോലീസുകാർ നിൽക്കണുണ്ട്, മൂപ്പനോട് ചോദിച്ചു നോക്കട്ടെ. മൂപ്പനാൻ എന്താ പറയണെന്ന് അറിയില്ല. ഓന അയാളുടെ അടുത്ത് പോയി നോക്കണുണ്ട്. എങ്ങനെ ഓട്ടം പോകാൻ വേണ്ടിട്ട് ആണ്, പക്ഷേങ്കിൽ ചെറിയ ഓട്ടോയിൽ പോകൂല. നമ്മളെന്ത് ചെയ്യാനാ? നല്ല ആൾക്കാര് നമ്മളെ നാട് വിട്ടാ ഇങ്ങനെ തന്നെയല്ലേ. ഗൈസ് ഓനോട് ചോദിച്ചു നോക്കണുണ്ട് എന്താകുക മൂപ്പരാൻ പറയണ, പോലീസുകാരൻ പറയണത്. ഗൈസ് ഒരുമാതിരി പരിപാടി നമ്മളോട് കടന്ന് ചൂടാകുക. നമ്മൾ വല്യമ്മാനെയും ഉമ്മാനെയും കൂട്ടി മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇതിലൊരുമാതിരി കാട്ടിക്കൂടുള്ള പറയണത്. നമ്മളോട് കടന്ന് ചൂടാകുക. നമുക്ക് പ്രോപ്പർ ലൊക്കേഷൻ അറിയില്ല, അത് ഇത് പറഞ്ഞിട്ട്. ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ ഇവിടെ ആക്കി തന്നിട്ടോ. അത് ആ പോലീസുകാരെ ഇടപെട്ടിട്ട് എന്നാലും പോലീസുകാരെ കുറെ കെഞ്ചങ്ങി. പോലീസുകാരെ ഇടപെട്ടിട്ടും ഓല് ഇതാക്കിയില്ല. എന്നിട്ടും ഗൈസ് നമ്മളെ ഇവിടെ ആക്കി ആകെ 3-4 കിലോമീറ്റർ ഉള്ളൂ. ഉണ്ട്, ഞാൻ നോക്കി 3-4 കിലോമീറ്റർ ഉള്ളൂ. അത് പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെറിയ ഓട്ടോ ലെവൽ അങ്ങനെ ഓടലില്ല. പിന്നെ രാത്രിയും പാടല്ലേ,
എന്നാ ബാ നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ പേര് guys. സ്വന്തം വണ്ടിയിലേക്ക് കൊടുക്കലും പോകണം. അതാകുമ്പോ നമ്മളെ ഇഷ്ടത്തിന് പോകാം. വണ്ടി ഉണ്ടാവുന്ന പറഞ്ഞാൽ സ്വന്തം വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ഇങ്ങോട്ട് വരാം ഗൈസ്. ഈ ഒരു റോഡിനാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അയാളെ ഇടപെട്ടുണ്ടോ പോലീസുകാരൻ? അല്ലെങ്കിൽ കിട്ടൂല. അല്ലെങ്കിൽ കിട്ടൂല. പിന്നെ ഉമ്മ പറയുന്ന അവിടെ ഇങ്ങോട്ട് നടക്കാൻ അതൊന്നും നടക്കണ പരിപാടിയില്ല ഗൈസ്. ഇവിടുന്ന് കുറച്ചാൾ പോകണം. ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ടാണ് ആ കുട്ടീന്റെ പേര് വരുന്നത്. ഓളെ ഉമ്മച്ചിനോട് പറഞ്ഞിട്ടില്ലടാ? ആണോ? നമുക്ക് നേരെ അങ്ങോട്ട് പോയി ഒക്കെ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തി, പേരന്റെ മുമ്പിലെത്തി. ഇതാക്കണ്, ഇതാണ് വീട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരിട്ടം വന്നിക്കണ്. ഇവിടെ നാളെ വേറൊരു പ്രൊമോഷൻ വന്നപ്പോ ഞങ്ങൾ ഇവിടെ വന്ന് നിന്നീനെ. നാളെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേയോ വന്ന് എവിടെയാണെന്ന്? ആ സ്ഥലമാണത്. ശരി, ഓരോ വിളിച്ചീനി, ഉറങ്ങീന് തോന്നണ്. ഹലോ, അസ്സലാമലൈക്കും. എന്താ തന്നെ കാത്തു കണി? ഇതാണ് ഞങ്ങളെ പറഞ്ഞ സാധനം. ഇതാണ് ഞങ്ങളെ ബിസ്മിൽക്ക. ആണോ? പിന്നെ ഉറങ്ങിപ്പോയില്ലേ? കേറി ഉള്ളിൽ കേറി. ഓൻ വരുന്നുണ്ട് ഗൈസ്. ഞമ്മക്ക് എന്തായാലും ഇങ്ങനെ ഉള്ളിൽ കയറ കൊയങ്ങി ഉള്ളിൽ കയറി ശിശുവിടെ ഉരുട്ടണി ചെരുപ്പൊക്കെ. ബിസ്മിൽക്ക, എന്താ വർത്താനോ ഗൈസ്? ഇതാണ് ഞങ്ങൾ പറഞ്ഞ ബിസ്മിൽക്ക. ആണോ? എവിടെ വാടാ, കേറിയോ ഗൈസ്. ഇനിയിപ്പോ ബിസ്മൽ ആരാണെന്ന് അറിയാത്തോൾക്ക് ഇന്റെ മൊബൈൽ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൈജിയിൽ വർക്ക് ചെയ്യുന്ന ടൈമില് അവിടെ വിളിച്ചിട്ട് ഇന്റെ മൊബൈൽ നമ്പർ വാങ്ങിയാണ്ട് വിളിച്ച ആളാണ് ഇതാക്കണ ഈ കാണിക്കുട്ടി ബിസ്മൽക്ക. ബർസ ഉറങ്ങിയോ? ആണോ? വെറുതെ അല്ലേ ഉറങ്ങി പോടാ, പാവണ്ട്. കാത്തുനിന്ന് ഉറങ്ങിപ്പോയി. ചോറ് കഴിച്ചേച്ചി? ആണോ? ചോ ഗതിയടാ ഞങ്ങക്ക്. ആണോ? ഫുഡ് കഴിച്ചില്ല നിങ്ങള്? ഗൈസ്, വേറൊരാളും കൂടി ഉണ്ട്. ആള് കടന്നുറങ്ങാണ്. ആളെ നമുക്ക് നാളെ വിശദമായിട്ട് പരിചയപ്പെടാം അല്ലേ? ഇവിടെ അവിടെ ഓട്ടോറിക്ഷ വരില്ലേ? ചിലപ്പോ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. അല്ല, ചെറിയ ഓട്ടം കൊണ്ട് വലുതാക്കിയാണ്. ബിസ്മലേ ബിസ്മല ഉറക്കത്ത് നീച്ചിന്റെ ക്ഷീണത്തിലാണ് ഗൈസ്. ഉറങ്ങണ്ടേ നമുക്ക്? ഉറങ്ങണ്ടേ നീ? ഉറക്കം പോയോ ഗൈസ്? മമ്മാനെ വീഡിയോ കോൾ ചെയ്യുന്ന ടൈമിലൊക്കെ എന്തല്ലേ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് മെല്ലാണ് കിടക്കാൻ നോക്കണം. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നല്ല റൂമിലെ നല്ല റൂം വിളിച്ചു പറഞ്ഞപ്പോ സെറ്റ് ആക്കി തന്നു. ജനൽ തുറന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. സൈഡ് ആയിക്കണ്. 7 മണി കണ്ടു കഴിഞ്ഞാൽ ഉമ്മ ഉറങ്ങണയാണ്. നിങ്ങൾ നീര് വെച്ചിട്ട് നീരടിച്ച് ഇല്ല കണ്ടോ? നീര് വെച്ചില്ലേ? നടന്നിട്ടാണത്? ആണോ? അതെ പറഞ്ഞ അവിടെ എത്തിയിട്ട് ട്രെയിനിൽ നിക്ക, കുറച്ചേരം നിക്ക, കുറച്ചേരം ഇരിക്ക അതിന്റെ പരിപാടി. എന്തായാലും നമുക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. കടന്നാണ് നെക്കി പീച്ച് കളിച്ചല്ല ഗൈസ്. എന്തായാലും കിടക്കാൻ റൂമായി അല്ലേ? 2 റൂമുണ്ട്. ഇവര് ഇവിടെ കിടക്കണേ, ഞങ്ങൾ അപ്പുറത്തുണ്ട്. നീ നാളെ ഏകദേശം എത്ര ടൈമായാലും എനിക്ക് 3 മണി നേരത്തെ ആണോ? ഉറങ്ങണം ഗൈസ്. നമ്മളെന്തായാലും ചെന്ന് ഉറങ്ങാനോ അവിടെ ഉറങ്ങണ്ടേ? രാവിലെ പരിപാടി ഉണ്ട് ഗൈസ്. അതെ, രാവിലെ ചെന്ന് പോണം. പ്രൊമോഷൻ സീനാണ്.
അത് രാവിലെ നീച്ചണം. എന്തായാലും ഉമ്മ ഞങ്ങളെന്നാ പോയി ഉറങ്ങാൻ നോക്കി. നിങ്ങൾ ഉറങ്ങിക്കോളി കേട്ടോ. നാളെ രാവിലെ കാണാം. ഓക്കെ, നാളെ രാവിലെ കാണാം. ഓക്കെ ഗൈസ്.